സർക്കാരിന് വെല്ലുവിളി ഉയർത്തി ശക്തി തെളിയിക്കാൻ ഹൈന്ദവ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് ആരംഭിച്ചു. പമ്പയിലെ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടെയാണ് പന്തളത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത്. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പയിലെ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന പന്തളം കൊട്ടാര പ്രതിനിധികളടക്കമുള്ളവർ പന്തളത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ മുതൽ ഉച്ചവരെ വിവിധ വിഷയങ്ങൾ സെമിനാറുകളാണ് ഇന്ന് നടക്കുന്നത്. ഈ സെമിനാറുകൾക്കും തുടക്കമായി. ഈ വലിയൊരു പ്രക്ഷോഭം കണ്ട ശബരിമല പ്രക്ഷോഭം കണ്ടൊരു മണ്ണാണ് ഇതിപ്പോ പുതിയൊരു ദൗത്യം അല്ലേ? അയ്യപ്പൻ ഓടിക്കളിച്ച ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണാണ്. അധർമ്മത്തിനും അസത്യത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു വലിയ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു പടനായകനാണ് അയ്യപ്പൻ. അതുകൊണ്ട് ഈ കാലത്ത് വളരെയേറെ അയ്യപ്പ ധർമ്മത്തിന് പ്രസക്തിയുണ്ട്, പ്രാധാന്യമാണ്. കാരണം ഇപ്പോൾ ശബരിമലയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ളതാണ്. ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്. അത് ഇപ്പോൾ പറയുന്ന മതാതീതമായിട്ടുള്ള മതേതരമായിട്ടുള്ള ഒരു കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഇതൊരു പുതിയ വ്യാഖ്യാനമാണ്. അവിടുത്തെ എല്ലാ ആരാധനയും ആചാരവും വിശ്വാസവും എല്ലാം തന്നെ ഹൈന്ദവമാണ്. ഒരു തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് അവിടുത്തെ പൂജകളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെ മതേതര കേന്ദ്രമാകും? അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ക്ഷേത്രഭരണം വിട്ടുകൊടുക്കണം എന്നുള്ള ആശയം വളരെ വർഷക്കാലമായിട്ടുള്ളതാണ്. ഇത് ജനകീയ ആസൂത്രണത്തിന്റെ കാലമാണ്, അധികാര വികേന്ദ്രീകരണത്തിന്റെ കാലമാണ്. അതുകൊണ്ട് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിന്റെ ഭരണം ഏൽപ്പിക്കണം. യഥാർത്ഥ ഭക്തരാകും ഇവിടെ വരിക അല്ലെ? തീർച്ചയായിട്ടും. അയ്യപ്പ വിശ്വാസവും ആചാരവും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടെ എത്തുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ആളില്ലാ കസേരകൾ AI ആണെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതെ, അദ്ദേഹത്തിന് സത്യം തുറന്നു പറയാൻ ഇന്നും സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും മറ്റൊരു ലോകത്താണ്. അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടുകൂടി വിഷയത്തെ കാണട്ടെ. അദ്ദേഹത്തിന്റെ മുന്നിൽ ആരായിരുന്നു ഇരുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പങ്കെടുക്കാത്ത ഒരാളാണ്. വേണ്ട, എന്തിനാ ഇവിടുത്തെ മാധ്യമങ്ങൾ പച്ചക്കള്ളം പറയുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അപ്പം മാധ്യമങ്ങളുടെ ഉദ്ദേശശുദ്ധിയെയും അവരുടെ പത്രധർമ്മത്തെയും ചോദ്യം ചെയ്യുകയാണ് വാസ്തവത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു ജോൽസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതെനിക്കറിയാമല്ലോ. ജോൽസിനെ കാണാൻ പോയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മഹാക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണം എന്നവരുടെ ആദ്യത്തെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ മാർഗമാണ്. ലക്ഷ്യം സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളത്, അതിന്റെ മാർഗം മഹാക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗൌരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2008 ഒരു ജയമാല വിവാദം തുടങ്ങിയിടത്താണ് 10 വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പ ഭക്തർ കണ്ണീരും കയ്യുവണിഞ്ഞ് നിൽക്കേണ്ടി വന്നത്. ഇവിടെ ഇപ്പോ ഒരുപക്ഷെ അന്ന് അയ്യപ്പ ഭക്തന്മാരെ പീഡിപ്പിച്ചുകൊണ്ടാണെങ്കിൽ, ഇന്ന് അയ്യപ്പ ഭക്തന്മാരെ നക്കിക്കൊല്ലുകൊണ്ടാണെങ്കിലും ഏത് രൂപത്തിലാണ് നശിപ്പിക്കുക നമുക്ക് പറയാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ശബരിമല കേരളത്തിന്റെ പുണ്യമാണ്. ശബരിമല സംരക്ഷിച്ചേ മതിയാകുള്ളൂ. ശബരിമല സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസം ആദ്യം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമേ ശബരിമലയിൽ വേണ്ടൂ. വികസനം വേണം. അയ്യപ്പ ഭക്തർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം പമ്പയിലെത്തിയ മഹാരഥന്മാർക്ക് ഒരുക്കിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അത്യാവശ്യം കുടിവെള്ളത്തിനുള്ള സൗകര്യം, മലമൂത്ര വിസർജനത്തിന് അത്തരം സൗകര്യങ്ങൾ വിരിവെക്കാനുള്ള സൗകര്യം, ഇതിനൊക്കെ വേണ്ടിയാണ് ശബരിമലയുടെ ആകമാനമുള്ള വികസനത്തിന് വേണ്ടിയാണ് ആ സംഗമവും നടത്തിയെന്നാണ് പറയുന്നത്. ആ വികസനത്തിൽ വിശ്വാസം ഘടകമായിട്ടില്ല. വികസനം എന്ന് പറഞ്ഞാൽ കണ്ണു മൂക്കില്ലാത്ത വികസനം ശബരിമലയിൽ പറ്റില്ല. കാരണം അവിടുത്തെ പ്രകൃതി, അവിടുത്തെ വന്യജീവികളെ ഇവരെയൊക്കെ സംരക്ഷിക്കണം. കാരണം അയ്യപ്പൻ അവരുടെയൊക്കെ കാവൽക്കാർ കൂടിയാണ്. അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിലാണ് അയ്യപ്പൻ അവിടെ എന്ന് പറയാം. അപ്പൊ ആ പ്രകൃതിക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ കേടുപറ്റാതെ, എന്നാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള വികസനം വേണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനം വേണം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ധർമ്മസ്ഥലയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ശബരിമലയുടെ സുരക്ഷ ഒരു വലിയ വിഷയമാണ്. ഈ 3 കാര്യങ്ങൾക്ക് കേരളത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നവര്, സമുദായ സംഘടനാ നേതൃത്വം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവർ കൂടിയിരുന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ 3 കാര്യം: വിശ്വാസം, വികസനം, സുരക്ഷ. ഈ ആ സംഗമത്തെക്കുറിച്ച് പല വിമർശനങ്ങളും, ആളില്ലാത്ത കാര്യം, ഇതൊക്കെ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇവിടെ വളരെ അഭിമാനം തോന്നുന്നു ആ സംഗമം കണ്ടപ്പോൾ. കാരണം മറ്റൊന്ന്, അയ്യപ്പ ഭക്തർ അത് സ്വയം ബഹിഷ്കരിച്ചു. ഒരു വലിയ സർക്കാർ മെഷീനറി അതിന്റെ പുറകിലുണ്ടായിരുന്നു, നിർബന്ധം അതിന്റെ പുറകിലുണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപയുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിട്ടും അവർക്ക് ആ കസേരകൾ നിറയ്ക്കാൻ കഴിഞ്ഞില്ല. എന്റെയൊക്കെ
മനസ്സിൽ തോന്നുന്നു ഒരു കേഡർ സംവിധാനം CPM-നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റിയോട് ആളെ കൊണ്ടിരുത്താൻ പറഞ്ഞാൽ ആ കസേരകൾ നിറയുമായിരുന്നു. പക്ഷെ അവർക്ക് പറയാൻ നിർവാഹമില്ല. കാരണം പത്തനംതിട്ടക്കാർ അയ്യപ്പ ഭക്തരാണ്, അവർ വരില്ല. ഇത് നമ്മൾ നവോത്ഥാന മതിലിലും കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും പൊളിഞ്ഞുപോയി. ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ട് പൊളിഞ്ഞു. കാരണം അയ്യപ്പ ഭക്തർക്ക് അറിയാം എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്. ഈ സംഘപരിവാർ രഹസ്യമായി ഈ ബുക്കിംഗ് 5000 പേരുടെ ബുക്ക് ചെയ്ത് ആളെ പറ്റിച്ചതാണ്, അവര് പിന്നെ പോരുന്നൊരു അടക്കം പറച്ചില്ല. അടക്കം പറച്ചില്ല. ഇത്രയും കഴിവ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അവാർഡ് തരാൻ പറഞ്ഞു. അല്ല, അത് ശരിയാ, അങ്ങനെയല്ല. ആ കസേരയിലൊക്കെ ആളുണ്ട്. പക്ഷേ CPM-ന്റെ ആളുകൾ നോക്കുമ്പോഴേ കാണുള്ളൂ. അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ അവർ ഇൻവിസിബിളാണ്. അങ്ങനെ അത്ഭുതമുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായത്. ഈ സംഘവുമായി ബന്ധപ്പെട്ട എന്ത് നിർദ്ദേശം ഉണ്ടെങ്കിലും അതും സർക്കാർ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് ദേവസ്വം മന്ത്രി ഇന്നലെ പറഞ്ഞത്. തീർച്ചയായും സർക്കാരിലൂടെ നടപ്പാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് സർക്കാർ അത്തരമൊരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. നിർദ്ദേശം ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കും, നടത്താനുള്ള സമ്മർദ്ദ ശക്തിയായി പെരുമാറുകയും ചെയ്യും. വലിയ തോതിലുള്ള ക്രമീകരണങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പന്തളത്തിന്റെ മണ്ണിലാണ് ഈ പുതിയൊരു പരിപാടി. മണികണ്ഠസ്വാമിയുടെ പാദസ്പർശമേറ്റ പുണ്യമായ പ്രദേശമാണ് ഈ പന്തളം. ശബരിമലയിലെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി ഭക്തജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ ഇടയായ ഒരു സ്ഥലവും പന്തളം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ അവിടെ ചില വികസന പരിപാടികളെപ്പറ്റി ആലോചിക്കാൻ സ്പോൺസേർഡായിട്ടുള്ള മുതലാളിമാരുടെ ഒരു സംഗമം നടത്തി. ഞങ്ങൾ അതിനെതിരല്ല, അതിന് ബദലായിട്ടുമല്ല. ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ചില വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനമാണ് ശബരിമലയിൽ ആവശ്യം എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഇന്നേ തീയതിയിൽ ഇവിടെ ഈ സംഗമം നടത്തുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ 3 വിഷയങ്ങളാണ്: ശബരിമലയിലെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശബരിമലയുടെ വികസനം, ശബരിമലയുടെ സുരക്ഷ. ഈ 3 കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സെമിനാറുകളാണ് ഇവിടെ നടപ്പാക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ആ സെമിനാറുകളിൽ പങ്കെടുക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ആ അഭിപ്രായങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ കൈമാറാനുമാണ് ഉദ്ദേശിക്കുന്നത്. ശബരിമലയിലെ സുരക്ഷാ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശബരിമല നമുക്കറിയാം, പുൽമേട് ദുരന്തമുണ്ടായപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനായിരുന്ന ശ്രീ അഡ്വക്കേറ്റ് G. രാമൻ നായർ സാറാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവതരിപ്പിക്കുക. അത്തരത്തിൽ പ്രഗത്ഭരായ വ്യക്തികളാൽ സമ്പന്നമാണ് ഈ ഭാരതത്തിലെ മിക്കവാറും എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള പ്രതിനിധികളുണ്ട്. വിദേശ രാജ്യങ്ങൾ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ അയ്യപ്പ സംഗമം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതുമായിട്ട് എന്ത് വ്യത്യാസമാണ് കാണുന്നത് ഈ ഒരു സംഗമം? ദേവസ്വം ബോർഡിന്റെ വെച്ചാൽ സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു ചടങ്ങാണ്. അവർക്ക് വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ചെയ്ത പാപങ്ങൾ തീർക്കാൻ പമ്പാതീരത്ത് ബലിയിടുകയായിരുന്നു ദേവസ്വം ബോർഡും സർക്കാരുമെന്നാണ് BJP നേതാവ് G. രാമൻ നായർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ G. രാമൻ നായരുടെ പ്രതികരണം. പോലീസുകാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമല്ലാതെ മറ്റാരെയും ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ കാണാനായില്ലെന്നും രാമൻ നായർ പറഞ്ഞു. ഒത്തിരി പാപങ്ങൾ ചെയ്തവരെ ഈ പമ്പയുടെ തീരത്ത് നമ്മൾ ബലിയിടുകയും പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പമ്പ പുണ്യനദിയാണ്. അതിന്റെ തീരത്ത് പാപം ചെയ്ത ആളുകളുടെ ഒരു കൂട്ടായ്മ ഞാൻ